എല്ലാവർക്കും നമസ്കാരം. ശശമഹായോഗം, രാജയോഗങ്ങളുടെ രാജാവ് എന്നാണ് ജ്യോതിഷത്തിൽ ഈ യോഗത്തെക്കുറിച്ച് പറയുന്നത്. ജ്യോതിഷത്തിൽ പറയുന്ന പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ അത്യന്തം ശക്തിയും അധികാരവും നൽകുന്ന ഒരു മഹായോഗമാണ് ശശമഹായോഗം. ഫലം പറയുന്നതിന് മുമ്പേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ജ്യോതിഷ അറിവുകൾ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുവാൻ അത് ഉപകാരപ്പെടും. ഇനി ഫലത്തിലേക്ക് കിടക്കാം. ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ യോഗത്തിൽ ജനിച്ച വ്യക്തി രാജാവോ രാജമന്ത്രിയോ സമാനമായ പദവികൾ നേടിയവനോ ആയിരിക്കും. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ രാജാവ് എന്ന് പറഞ്ഞാൽ കിരീടം വെച്ച് നടക്കുന്നു എന്നതല്ല, പകരം രാഷ്ട്രീയ പ്രവർത്തകരോ അതല്ലെങ്കിൽ പ്രസിഡന്റ് പോലെയുള്ള പദവികളൊക്കെ അലങ്കരിക്കുക, തത്തുല്യമായ സർക്കാർ തലത്തിൽ വളരെ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരായിരിക്കും എന്ന് സാരം. ഇവർ വനങ്ങളിലും പർവ്വതങ്ങളിലും സഞ്ചരിക്കുവാൻ അത്യന്തം ഉത്സാഹം ഉള്ളവരാണ്. സാഹസിക മനോഭാവവും ഇവർക്ക് ഉണ്ടായിരിക്കും. കാരണം ശനിയാണ് ഈ യോഗത്തിൻ്റെ കാരകൻ. അനേകം അനുചരന്മാർ, ആദ്യമേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് ഈ യോഗം വളരെ ഉപകാരപ്പെടുക. എപ്പോഴും ധാരാളം അണികൾ കൂട്ടത്തിലുണ്ടാവും, സേവകർ കൂട്ടത്തിലുണ്ടാകും, അനുയായികൾ എപ്പോഴും ഉണ്ടാവും, ഇവരുടെ ചുറ്റും ഉണ്ടായിരിക്കും. അതായത് ഇവരുടെ വാക്കുകൾ കേട്ട് അപ്പോൾ തന്നെ പ്രവർത്തിക്കുവാനുള്ള മനോഭാവത്തോടു കൂടിയ അണികളായിരിക്കും. പിന്നെ ഇവരുടെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് കഠിന ബുദ്ധിയായിരിക്കും. കാരണം സാഹചര്യം അനുസരിച്ച് വഞ്ചിക്കുവാൻ ഒരു മടിയും കാണില്ല. പിന്നെ തർക്കശീലവും ഇവർക്ക് ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു നെഗറ്റീവ്. പോസിറ്റീവായിട്ട് നമുക്ക് പറയുവാനുള്ള, ആർക്കും എന്ത് നൽകുന്നതിൽ ഒരു മടിയും ഇവർക്കുണ്ടാവില്ല. കൂടാതെ മാതൃഭക്തരായിരിക്കും. അമ്മയോടാണ് വളരെ വലിയ താല്പര്യം. നല്ല തേജസ്സും ഉണ്ടായിരിക്കും. രുദ്രാക്ഷങ്ങളെ പോലുള്ള തിളങ്ങുന്ന കണ്ണ് ആയിരിക്കും എന്ന് ആണ് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ചില ആൾക്കാരുടെ നക്ഷത്ര കണ്ണുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ളൊരു കണ്ണാണ് ഇവർക്ക്. നല്ല ശൗര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാദിച്ചു നിൽക്കുവാൻ നല്ല കഴിവാണ്. ശനി സ്വക്ഷേത്രത്തിലോ ഉച്ചസ്ഥനോ ആയി ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നത്. ആയതിനാൽ ശാരീരികമായി കറുത്ത നിറമായിരിക്കും. ശൗര്യമുള്ള മുഖഭാവവും സുഖാനുഭവങ്ങളിൽ ആസ്വാദനശീലം ഇവരിൽ കാണുന്നു. അതായത് ഇപ്പോൾ റിസോർട്ടുകളിൽ പോയി താമസിക്കുക, അതല്ലെങ്കിൽ ഈ ദൂരയാത്രകളൊക്കെ പോവുക, ആ പോകുന്നതിൽ പൈസ ചിലവാക്കാൻ യാതൊരുവിധ മടിയും ഉണ്ടാകില്ല. അതാണ് സുഖാനുഭവങ്ങളിൽ ആസ്വാദനശീലം ഉണ്ടാകുക. ചില ആൾക്കാരൊക്കെ സുഖിക്കുവാൻ വേണ്ടി പോകും, പക്ഷേ ദാരിദ്ര്യമായിരിക്കും. അതായത് പൈസ ഒന്നും ചിലവാക്കില്ല, അവിടെ പോകുന്നു, പെട്ടെന്ന് തിരിച്ചു പോകുന്നു. ആ രീതിയല്ല ഇവർക്കുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ശനി ആയതുകൊണ്ട് ഈ യോഗകാരകൻ മാജിക്ക് ഒരു പ്രത്യേകതയാണ്. ചിലർക്ക് ജാലവിദ്യ പഠിക്കുവാനും മറ്റു പല രഹസ്യവിദ്യകൾ, അതായത് മന്ത്രവാദം പോലെയുള്ളവയ്ക്ക് പഠിക്കുവാനും അത് പ്രയോഗിക്കുവാനും അപാര കഴിവ് ഉണ്ടായിരിക്കും. ഏകദേശം 70 വർഷം വരെയൊക്കെ ആയിരിക്കും ഇവരുടെ ആയുസ്. അതുപോലെ തന്നെ നമ്മൾ 5 മഹായോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 യോഗങ്ങളിൽ ഒരു യോഗമുള്ളവൻ ഭാഗ്യവാനും, 2 യോഗമുള്ളവൻ രാജതുല്യനും, 3 യോഗമുള്ളവൻ സാക്ഷാൽ രാജാവും, 4 യോഗമുള്ളവൻ രാജാക്കന്മാരിൽ പ്രധാനിയും, 5 യോഗം കൂടി നിൽക്കുന്ന ആൾ സർവജനവന്ധ്യനായ, സർവരാജാക്കന്മാരും വന്ദിക്കുന്ന ചക്രവർത്തിയായും ഭവിക്കും. ഇതാണ് പഞ്ചമഹായോഗങ്ങളുടെ ഒരു പ്രത്യേകത. നിങ്ങളുടെ ജാതകത്തിൽ ഇത്യാദി യോഗങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക. അതുമല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യുക. നമ്മളാ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.